ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تجعل يدك مغلولة إلى عنقك ولا تبسطها كل البسط فتقعد ملوما محسورا സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യം എന്നോടെന്നപോലെ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുന്നു. അതിനായി വസിയ്യത്ത് ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽപ്പെട്ടതാണ് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കി തന്നു എന്നുള്ളത്. ഈ ഭൂമിയിലുള്ള വായുവാകട്ടെ, വെള്ളമാകട്ടെ, ഭക്ഷണമാകട്ടെ, ഇനി നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന വസ്തുക്കളാകട്ടെ, വൈദ്യുതി പോലെയുള്ള, മൊബൈൽ പോലെയുള്ള മറ്റ് നമ്മൾ സൃഷ്ടിച്ചെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങളാകട്ടെ, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് നൽകിയിട്ടുള്ളത്. എന്നാൽ അതൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് വിശുദ്ധ ഇസ്ലാം നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് തരുന്നുണ്ട്. നമുക്കറിയാലോ, ഓരോ കാര്യവും നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന, നമുക്ക് ആരോഗ്യം നൽകിയിട്ടുണ്ട്, അതെന്തിൽ ചിലവഴിച്ചു എന്ന് നമ്മൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നമുക്ക് യുവത്വം നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യം, സമ്പത്ത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. സമ്പത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അത് എങ്ങനെ സമ്പാദിച്ചു എന്നും എന്തിൽ ചിലവഴിച്ചു എന്നും ചോദിക്കും എന്നുള്ളത്. നമ്മളിൽ പലരും സമ്പാദ്യം ഹലാലാകണമെന്ന് ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി ശ്രദ്ധിക്കുന്ന ആളുകളുമാണ്. ഹറാമായ രൂപത്തിൽ ഒരു സമ്പാദ്യം നമുക്ക് ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിൽ നമ്മളെ കണിശത പുലർത്തുന്നവരും ആണ്. എന്നാൽ അത് ചെലവഴിക്കുന്നിടത്ത് ആ സൂക്ഷ്മത നമ്മൾ പാലിക്കാറുണ്ട്. നമ്മുടെ സമ്പാദ്യം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. എന്നാൽ എങ്ങനെ സമ്പാദിച്ചു എന്നത് മാത്രമല്ല, അത് എങ്ങനെ ചെലവഴിച്ചു എന്നും അല്ലാഹു ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സമ്പാദിക്കുന്ന സമയത്ത് മാത്രമല്ല, അത് ചെലവഴിക്കുമ്പോഴും നിങ്ങൾ മിതത്വം പാലിക്കണം എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പനയാണ്. ഇപ്പം നമ്മള് ഭക്ഷണ കാര്യങ്ങൾ പരിശോധിച്ചു നോക്കുക. നമുക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഭക്ഷണം എന്നുള്ളത്.
ആ ഭക്ഷണം ലഭിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. പട്ടിണി പാവങ്ങളായിട്ടുള്ള പട്ടിണി നാടുകൾ വരെ നമുക്ക് ചുറ്റിലുമുണ്ട്. പക്ഷെ നമുക്കിന്ന് ഭക്ഷണം സുലഭമാണ്. ആ ഭക്ഷണം എത്രമാത്രം നമുക്ക് കഴിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഒരു വഷ്റബു വലാ തുസ്രിഫു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, നിങ്ങൾ വെള്ളം കുടിച്ചോളി, പക്ഷെ അവിടെ നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ റൂമുകളിൽ ഉണ്ടാക്കുന്ന, നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന, നമ്മൾ സ്വയം കഴിക്കുന്ന ഭക്ഷണം എത്രമാത്രമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ നടു നിവർത്താൻ ആവശ്യമായിട്ടുള്ള ഭക്ഷണം മതിയാകുന്നതാണ്. എന്നാൽ അധികം കഴിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ തമാശക്ക് പറയാറുണ്ടല്ലോ, വിശപ്പിന്റെ അസുഖമുള്ള ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ വയറിന്റെ 1/3 മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. 1/3 വെള്ളത്തിനായിട്ടും 1/3 വായുവിനായിട്ടും നിങ്ങൾ ഉപയോഗിച്ചിടണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണ കഴിപ്പ് എങ്ങനെയാണ്? ആവശ്യത്തിനും അനാവശ്യത്തിനും സ്വന്തം ഉണ്ടാക്കിയ കാശ് ചെലവഴിച്ച് തന്നെ കഴിക്കുന്ന ഭക്ഷണത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രിഡ്ജുകളിൽ സൂക്ഷിച്ച് ഒരുപാട് ദിവസങ്ങൾ വെച്ച് കഴിക്കുന്ന ആളുകൾ, കേടായ ഭക്ഷണങ്ങൾ വരെ കഴിക്കുന്ന ആളുകൾ, കാശ് കൊടുത്ത് വാങ്ങിയിട്ടാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലയാണ് പറഞ്ഞു വരുന്നത്. ഏത് സ്ഥലത്താണെങ്കിലും ചെലവഴിക്കുന്നിടത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത്. അത് സമ്പത്താകട്ടെ, വെള്ളം അൽഹംദുലില്ലാഹ് ഇന്ന് നമുക്ക് സുലഭമാണ്. ഇവിടെ ചില സ്ഥലങ്ങളിൽ കാശ് കൊടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കാശ് കൊടുക്കുന്നില്ല, പിന്നെന്താ നമുക്ക് ഉപയോഗിക്കുന്നതിന് എന്നതായിരിക്കരുത് ഒരു സത്യവിശ്വാസിയുടെ ചിന്ത. മറിച്ച് ഏതൊരു സന്ദർഭത്തിലും മിതത്വം പാലിക്കണം എന്നുള്ളത് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യമായ കൽപ്പനയുണ്ട്. വെള്ളം ഉപയോഗിക്കുന്നിടത്ത് നിങ്ങൾ മിതത്വം പാലിക്കണം എന്നുള്ളത്. ഒരിക്കൽ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു വുളൂ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വെള്ളം ഉപയോഗിച്ചപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞത്, ഒഴുകുന്ന വെള്ളത്തിലാണ് നിങ്ങൾ വുളൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും അവിടെയും നിങ്ങൾ മിതത്വം പാലിക്കണം, ഇസ്റാഫ് ചെയ്യരുത് എന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയിലും, ഇപ്പോൾ വാഹനം വാങ്ങുന്നിടത്ത്, വീട് ഉണ്ടാകുന്നിടത്ത്, അതുപോലെ തന്നെ മറ്റ് ചിലവഴിക്കുന്ന എന്തെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ചിലവഴിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ ദൂർത്തില്ലാതെ, ഇസ്റാഫില്ലാതെ മിതത്വത്തിൽ എന്ത് ചെയ്യണം? ചിലവഴിക്കണം എന്നുള്ളതാണ്. അമിതമായിട്ട് ഓരോ സംഗതികളും വാങ്ങിക്കൂട്ടാം. നമുക്കറിയാലോ, എല്ലാ പരിപാടിക്കും വസ്ത്രത്തിൻ്റെ ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വശ്റബു വതസദ്ദഖു വൽബസു, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, വെള്ളം കുടിച്ചോളി, അതുപോലെ തന്നെ നിങ്ങൾ സദഖ ചെയ്തോളി, അതുപോലെ തന്നെ നിങ്ങൾ വസ്ത്രം ധരിച്ചോളി. പക്ഷേ അവിടെയൊന്നും നിങ്ങൾ ധാരാളിത്തം കാണിക്കരുത്. പിശിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പിശിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ധാരാളിത്തം കാണിക്കുന്നത്, ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാനു ശൈത്താൻ കാനു ഇഖ്വാനു ശയാത്തീൻ, എന്താണ്? പിശാചിന്റെ കൂട്ടാളികളോടാണ് ഇത്തരത്തിൽ ദുർവ്യയം ചെയ്യുന്ന ആളുകളെ അല്ലാഹു പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. ഒരു മുസ്ലിമിന്റെ ജീവിതം എന്ന് പറയുന്നത് തന്റെ വരുമാനത്തിനനുസരിച്ച് ചെലവുകളെ ക്രമപ്പെടുത്തി വിവേകത്തോടെ, സാമ്പത്തിക അച്ചടക്കത്തോടു കൂടിയിട്ട് എല്ലായിടത്തും മിതത്വം പാലിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാഹി വഖഫ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ മുസ്തഫ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഊസിക്കും സാനിയ ബിത്തഖ്വല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതിനായി വസിയ്യത്ത് ചെയ്തു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയുന്നത്, ഇസ്റാഫ് എന്നാൽ, ധൂർത്ത് എന്നാൽ സമ്പത്ത് ശരിയായ മാർഗത്തിൽ എടുക്കുകയും അതിന് അർഹതയില്ലാത്ത സ്ഥലത്ത് അമിതമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നതിനാണ് ഇസ്റാഫ്, ധൂർത്ത് എന്ന് പറയുന്നത്. സമ്പത്തിൻ്റെ വിഷയത്തിൽ മാത്രമല്ല, നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും, ഒഴിവു സമയമാകട്ടെ, സമ്പത്താകട്ടെ, ആരോഗ്യമാകട്ടെ, ഇനി അള്ളാഹു നൽകിയിട്ടുള്ള മറ്റെന്തെല്ലാ അനുഗ്രഹങ്ങളുണ്ടോ അതൊക്കെ മിതത്വത്തിലായിരിക്കണം നമ്മൾ ചെലവഴിക്കേണ്ടത് എന്നുള്ളത്. എന്ന് കരുതിയിട്ട് നമ്മൾ കൂടുതലായിട്ട് പിടിച്ചു വെക്കുന്ന സ്വഭാവക്കാരും ആകരുത് എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം സൂറത്തു ഇസ്രായില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വലാ തജഅൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക. നീ നിന്റെ കൈ പെരടിയിലേക്ക് ചേർത്ത് വെക്കരുത്, പിടിച്ചു വെക്കരുത്, അഥവാ നീ പിശുക്കനാകരുത്. വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത് എന്ന് കരുതി നീ വിശാലമാക്കിയിട്ട് തങ്ങളുടെ മക്കളെ പോലും പട്ടിണിക്കാക്കിയിട്ട് പോകരുത് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. കിട്ടുന്നതൊക്കെ എന്ത് ചെയ്യാം, ചെലവഴിച്ച് തൊലച്ച് കളയുക എന്ന് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന ആ രൂപത്തിൽ തൊലച്ച് കളയുന്ന ആളുകളായിട്ടും നമ്മൾ മാറുന്നത്. അങ്ങനെ വന്നാൽ ഫതഖൂദ മലൂമൻ മഹ്സൂറ, ഈ ആളുകളാൽ പരിഹസിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ആക്ഷേപിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നവനായിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെലവഴിക്കുന്ന സ്ഥലത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവിടെ പൊങ്ങച്ചത്തിനോ ധൂർത്തിനോ ഒരു സ്ഥാനവും നൽകരുത്. ഒരു സത്യവിശ്വാസി എല്ലായിടത്തും മിതത്വം പാലിക്കുന്നവനായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളെ രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, അവരെയും നമ്മളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമെന്ന് നമ്മളാണ്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أحينا على الكتاب والسنة وأمتنا مع الإيمان والتوبة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وأقم الصلاة إن الصلاة تنهى عن الفحشاء والمنكر.